നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഏപ്രിൽ 5, 6, 7, 8, 9 ദിവസങ്ങൾ ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദിനമാണ് വന്നു ചേരുന്നത്. വളരെയേറെ ഉയർച്ചയും ജീവിതത്തിൽ ഭാഗ്യോദയം ഉണ്ടാകുകയും ചെയ്യുന്ന സമയവും കാലഘട്ടവുമാണ്. ഇനി ഇവർ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ജീവിതത്തിൽ താഴ്ന്ന നിലയിൽ നിന്നും ഉയർന്ന സമ്പത്തിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന ഭാഗ്യ നിമിഷങ്ങളിലൂടെയാണ് ഇവിടെ പറയുന്ന ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ എത്തിച്ചേരുവാൻ പോകുന്നത്. ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടമാണ് ഈ ഏപ്രിൽ മാസം. വലിയ തോതിലുള്ള സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമൊക്കെയാണ്. അതായത് ഏപ്രിൽ മാസത്തിലെ 5, 6, 7, 8, 9 ദിവസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ തേടി വരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യുന്ന സമയവും കാലഘട്ടവുമാണ്. എന്തു തന്നെയായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കിക്കാണാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജകൾ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടഭഗവാനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും ഈ ഒരു പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടക്കില്ല എന്ന് പറഞ്ഞ് നൽകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. എന്തു തന്നെയാലും ഏപ്രിൽ മാസം 5, 6, 7, 8, 9 ദിവസങ്ങളിൽ ഭാഗ്യോദയം ഉദിക്കുന്ന ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ രോഹിണി നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു കാണപ്പെടുന്നത്. അതായത് ജ്യോതിശാസ്ത്ര പ്രകാരം നിങ്ങൾക്കിനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ വളരെയേറെ മികച്ച അവസരങ്ങൾ ജീവിതത്തിൽ തേടി വരുന്ന സമയമാണ്. വിദേശത്തൊക്കെ പോകാൻ അനുകൂലമായിട്ടുള്ള സമയവും സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും ജീവിതത്തിൽ തേടി വരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം ഇവർക്ക് തെളിയുന്നതാണ്. നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടൊഴിയുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കാം. ഈശ്വരൻ ഉറപ്പായും നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാനും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകളും സകല ദുരിതങ്ങളും അകലുന്ന സമയമാണ്. നിങ്ങൾക്ക് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയവും സാഹചര്യവും നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതാണ്. അതുപോലെ തന്നെ ദീർഘനാളത്തെ സ്വപ്നങ്ങളൊക്കെ ആകാം വിദേശത്തോട്ട് പോവുക എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താന സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈശ്വരൻ ഉറപ്പായും നിങ്ങളുടെ സങ്കടത്തിനും കണ്ണീരിനും ഫലം തരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വലിയ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തേടി വരുവാനുമുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകരാണ്. സ്വപ്നതുല്യമായ ഒത്തിരി നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നൊരു സമയമാണ് ഏപ്രിൽ മാസം. ഈ ഏപ്രിൽ മാസം 5, 6, 7, 8, 9 തീയതികളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ ഭാഗ്യാനുഭവങ്ങളും നിലവിൽ വരുന്ന സമയമാണ്. അതായത് ലോട്ടറിയൊക്കെ എടുക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കുവാൻ വളരെ അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. നിങ്ങളുടെ മനസ്സിലെ സകല സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും മാറുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തെ ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും. കുടുംബത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങൾക്ക്
കരുത്ത് തരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഉറപ്പായും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുന്ന സമയമാണ്. അതുപോലെ തന്നെ പൂയം നക്ഷത്ര ജാതകരാണ്. പൂയം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ തൊട്ടിതെല്ലാം പൊന്നാക്കി മാറ്റി സാമ്പത്തിക അഭിവൃദ്ധിയോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്ന സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ കുടുംബസമേതം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക. കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ നടത്തുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സാമ്പത്തിക അഭിവൃദ്ധിയാലും ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്ന സമയവും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് തെളിയുന്നത്. ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നതാണ്. ഉറപ്പായും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ധനായുശ്വര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സമയം തെളിയുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ഭാഗ്യങ്ങളിൽ അതിസമ്പന്നമായ സമയമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക്. സമ്പത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഈ സമയം നിങ്ങൾക്കുണ്ടാവുകയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന സമയമൊക്കെയാണിത്. അതുപോലെ തന്നെ നിങ്ങൾ സർപ്പക്കാവുകളിൽ പോയി 100 പാലും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. കർമ്മ മേഖലകളിൽ പുരോഗതി കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ പ്രയാസങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത ഉയർച്ചകളും ഉന്നതികളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ സമയം കൈവരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറി ഉയർന്ന ധനലാഭത്തിലേക്ക് ജീവിതം എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ നടത്തുക. ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വഴിത്തിരിവുകളും ഉണ്ടാക്കുന്നതായിരിക്കും. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്കും പ്രതിസന്ധിയെല്ലാം അതിജീവിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ജീവിതം എത്തിച്ചേരുന്ന സമയമാണ് 2025 ഏപ്രിൽ മാസം. ഏപ്രിൽ മാസം 5, 6, 7, 8, 9 തീയതികൾ ജീവിതത്തിൽ വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് വലിയ വഴിത്തിരിവുകൾ ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മുമ്പിൽ തെളിയുന്നതായിരിക്കും. ഉറപ്പായും എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സന്താന സൗഭാഗ്യത്തോടു കൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യാനുഭവങ്ങളുള്ള നക്ഷത്ര ജാതകരാണ് പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ. ഏപ്രിൽ മാസം 5, 6, 7, 8, 9 തീയതികളിൽ വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്ന സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും. ഗവൺമെൻറ് സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുന്ന സമയങ്ങളാണ്. എല്ലാവിധമായ സൗഭാഗ്യ കാലഘട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്ന സമയവും സാഹചര്യവുമാണ്. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഭാഗ്യത്താൽ അതിസമ്പന്നമായ സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന സമയമാണ്. അനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്ന സമയവും കാലഘട്ടമാണ്. ഉറപ്പായും ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങളും ഉയർച്ചകളും ഉണ്ടായി സന്താന സൗഭാഗ്യത്തോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരുവാനും കഴിയുന്ന സമയമാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. ഉറപ്പായും ഏപ്രിൽ മാസം 5, 6, 7, 8, 9 തീയതികൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം നിറഞ്ഞ സമയമാണ്. ഭാഗ്യം ഉദിച്ചു നിൽക്കുന്ന സമയമാണ്. ഒട്ടനവധി ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ യോഗം ഉണ്ടാകുന്നതാണ്.